ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈദ് വ്ളോഗിൻ്റെ പാർട്ട് 1 വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 3-ാമത്തെ ദിവസമായി. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിപ്പോയി. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം മുതലേ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിന് നമ്മൾ ഈദ് ഷോപ്പിംഗ് വീഡിയോ തൊട്ടിട്ട് ഈ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈദ് ഷോപ്പിങ്ങിന് പോയിന് സത്യം പറഞ്ഞാൽ നോമ്പ് 29-ൻ്റെ അന്ന് നല്ല ലേറ്റായിട്ട് ഇപ്രാവശ്യം ഷോപ്പിങ്ങിനെല്ലാം പോയിന്. നോമ്പ് 29 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാളെ നോമ്പാവാൻ നാളെ പെരുന്നാളാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കണ്ടീഷൻ ആയിരിക്കില്ലേ. 29 നോമ്പ് മാത്രമേ ഉള്ളെങ്കിൽ പിറ്റേ ദിവസം പെരുന്നാളായിരിക്കുന്നു. പക്ഷേങ്കിൽ അത് മാസം കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഒമാനിൽ നോമ്പ് 30 ഉണ്ടേനു. മറ്റെല്ലാ ഗൾഫ് കൺട്രീസിലും 29 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ മാസം കണ്ടിട്ടില്ല എന്നുള്ള ന്യൂസെല്ലാം വന്നത് നമുക്ക് സന്തോഷമായി ആ സമയത്ത്. കാര്യം നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് വന്നിട്ടേ ഉള്ളൂ, മാത്രമല്ല 30 നോമ്പും കിട്ടുമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ അവിടെ തന്നെ മാളിൽ തന്നെ നോമ്പെല്ലാം തുറന്ന് നമ്മൾ ആദ്യം പോയിന് സിറ്റി സെൻറ്ററിലേനു സൊഹാറിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആടുന്ന നോമ്പെല്ലാം തുറന്ന് ആടെ മാക്സിലെല്ലാം കയറി. അത് കഴിഞ്ഞിട്ട് ഒയാസിസ് മോളിലേക്ക് വന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ലേറ്റായിട്ട് പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിന് പോകുന്നത്. നമ്മളല്ലെങ്കിൽ ഒരു നോമ്പ് 20 ആകുമ്പോൾ പോകലുണ്ട്. ഇതിപ്പോൾ ഇത്രയും ലേറ്റായിട്ട് തലേ ദിവസം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പോയിന്. പക്ഷെ അങ്ങനെ പോയോണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സിൻ്റെ ഇന്നൂന് എനിക്ക് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആ ഒരു കളറ് ഡ്രസ്സെല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിന്. പക്ഷെ അതിൻ്റെ ഒന്നും ടോപ്പ് സൈസ് ഉണ്ട്, പക്ഷേങ്കിൽ പാൻറ്റെല്ലാം സൈസ് ഔട്ട് ചെയ്യുന്നു, സ്റ്റോക്ക് ഔട്ട് ചെയ്യുന്നു. ഓൾക്ക് പറ്റിയ സൈസൊന്നും ഇല്ല. 14 വയസ്സിൻ്റെയും 15 വയസ്സിൻ്റെയും അല്ലേനേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ട 1-2 ഡ്രസ്സിൻ്റെ സൈസ് കിട്ടിയിട്ടില്ല. ലാസ്റ്റോട്ട് പോയാൽ അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ടാവും. പിന്നെ അങ്ങനെ ഇതിപ്പോൾ എൻ്റെ സെക്ഷനാണ്. ഇങ്ങനത്തെ സാറ്റിൻ്റെ എല്ലാം ഡ്രസ്സിൻ്റെ കോഡ് സെറ്റെല്ലാം ഉണ്ടായിരുന്നു. കൂടുതലും കോഡ് സെറ്റ് തന്നെയുള്ള, പക്ഷെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വെച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇതുപോലെ ടോപ്പെല്ലാം. പിന്നെ എനിക്ക് ഇപ്രാവശ്യം എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. എന്താ പറയുക, ഞാൻ ട്രെൻഡുകളിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് പിന്നെ എനിക്കിതാ ഈ ഒരു ഡ്രസ്സ് കണ്ടുതരാം. ഇക്ക പറഞ്ഞ നല്ല രസമുണ്ട് കാണാൻ. വൈറ്റിൽ ബ്ലാക്ക് ത്രെഡ് വർക്ക് വന്നിട്ട്. ഈ ഡ്രസ്സ് ഞാൻ ഈദിൻ്റെ പിക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്ന വാങ്ങിയെന്ന്. ഞാനിവിടെ സൊഹാർ മാക്സിൽ നിന്ന് വാങ്ങിയ. പിന്നെ അങ്ങനെ അത് ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ നല്ല രസമുള്ളതുകൊണ്ട് അത് ഞാൻ വാങ്ങി. പിന്നെ ഇന്നൂന് ഇഷ്ടമുള്ള ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെൻട്രൽ പോയിൻറ്റിലേക്ക് പോയിട്ടാണ്. സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് എന്തായാലും ഇഷ്ടമുള്ള എല്ലാം കിട്ടും എന്ന് വിചാരിച്ചിട്ട്. ഇന്നൂൻ്റെ ഏജ് എന്ന് പറയുന്നില്ലേ, ചെറിയ കുട്ടികളെ നല്ല ഡ്രസ്സ് ഉണ്ടാവും, ഞാൻ എപ്പോഴും പറയുന്ന. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ആളെ സെക്ഷനിലോട്ടാണ് നല്ലതുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് കളക്ഷൻസ് കുറവായിരിക്കും എപ്പോഴും. പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ട് നോക്കി. ഫ്രോക്കാണെങ്കിൽ ഇപ്പം എനിക്കും ഓൾക്ക് ഫ്രോക്ക് എടുക്കുന്ന വലിയ താല്പര്യമില്ല, ഓക്കും വലിയ താല്പര്യമില്ല. പക്ഷെങ്കിൽ ഓളിപ്പോൾ ഇട്ട ഫ്രോക്ക് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്, അതുകൊണ്ട് പിന്നെ അതെടുത്തിനെ. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ കുറച്ച് അങ്ങനെ ഡ്രസ്സെല്ലാം ഞാൻ വാങ്ങിയത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ നല്ല അടിപൊളി കുറേ ആക്സറീസ് ഉണ്ടായിരുന്നു സെൻട്രൽ പോയിൻറ്റിൽ. നമുക്ക് ഇഷ്ടമുള്ള ഗോൾഡൻ കളക്ഷനിലാണ് കേട്ടോ. സിൽവറിൽ അത്ര ഇല്ല, പക്ഷെങ്കിൽ ഇപ്പം ഗോൾഡൻ ജ്വല്ലറീസ് തന്നെയല്ലേ ട്രെൻഡ് കുറേ ആയിട്ട്. അപ്പോൾ സിൽവർ അങ്ങനെ ആരും യൂസ് ചെയ്യുന്ന കാണുന്നില്ല. അപ്പോൾ ഗോൾഡിൽ കുറേ ഇതുപോലെ സെപ്പറേറ്റ് ചെയിൻ വരുന്നതും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബോ മോഡൽ കുറേ ക്ലിപ്പും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നൂനും അലൂനും എല്ലാം ഉള്ളത് സെപ്പറേറ്റ് നോക്കി വാങ്ങി.
അങ്ങനെ നമ്മൾ ലേറ്റ് ആയിട്ടുള്ള ഈദ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് മാസമൊന്നും കാണാത്തതുകൊണ്ട് പിന്നെ ഒരു നോമ്പും കൂടി ഉണ്ട്. പിന്നെ ഇത് 30ാമത്തെ നോമ്പും കഴിഞ്ഞിട്ട് മാസമെല്ലാം കണ്ട് നാളെ പെരുന്നാൾ ആയിട്ടുള്ള ദിവസേന തലേ ദിവസത്തെ രാത്രി പെരുന്നാളിൻ്റെ ഞാൻ കുറച്ച് സ്റ്റെൻസിൽ വാങ്ങിനേനു. ഇത് കുറച്ചും കൂടി ഈസി ആവുമല്ലോ, അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഇട്ട് കൊടുക്കാൻ കുറേ സമയം ഇരിക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുഞ്ഞി കളക്ഷൻ വാങ്ങിനേനു. വലുതെല്ലാകുമ്പോൾ ഇവരെ കൈമേൽ കൊള്ളൂലല്ലോ. അങ്ങനെ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇരിക്കില്ല. ഞാൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്യലുണ്ട്. ഇക്ക പാക്കെല്ലാം ചെയ്ത് വെക്കും, ഞാൻ ഇട്ട് കൊടുക്കും. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ് പാക്ക് ചെയ്യേണ്ട, എന്തെങ്കിലും മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഇക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. നമുക്ക് നമ്മൾ 2 ദിവസത്തേക്ക് ഒരു റിസോർട്ട് കം ഫാം ഹൗസായിട്ട് ഒരു സ്ഥലം നമ്മൾ ബുക്ക് ചെയ്തിരുന്നു മുന്നേ. അപ്പോൾ അടുത്തേക്ക് നമ്മളെല്ലാവരും ഫുൾ ഫാമിലി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനുണ്ട്. 2 ദിവസത്തേക്കാണെങ്കിലും കുറച്ചധികം, 2 ദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഓൾമോസ്റ്റ് 3 ദിവസത്തോളം ഉണ്ടാവും. അന്നേരം കുറേ നമ്മൾ 4 ആളെയും കൂടി കുറേ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെക്കാനുണ്ടാവും. പിന്നെ മുന്നേ പാക്കൊന്നും ചെയ്തിട്ടില്ല, കാര്യം നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ല. അതെല്ലാം കൊണ്ട് പിന്നെ അങ്ങനെ ഒരു സ്റ്റെൻസിൽ കീറിപ്പോയിട്ടാണ്. അപ്പോൾ ഇക്ക ഓൾക്ക് ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യല. എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്ത ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റിങ്ങിലുമാണ്. ഒരു മൈലാഞ്ചി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സ്റ്റെൻസിലാകുമ്പോൾ ഓക്കെ തന്നെ ഇടുക തന്നെ ചെയ്യാമല്ലോ. പക്ഷേ കോള് അലുവിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിൽ അങ്ങനെ നിൽക്കില്ല. ക്ഷമ ഉണ്ടാവില്ല. ഒരാളെ എനിക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ, ഒരാളെ ഇട്ട് കഴിയുന്നവരെ മറ്റേ ക്ഷമയേ ഉണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ കഴിയാത്തേന്ന്. അങ്ങനെ മാഷല്ല നമ്മളെ 3 ആളെയും മൈലാഞ്ചി ഇടലെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളും ഇക്കെല്ലാം ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടാ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം കാണിച്ചു തരാം. എനിക്ക് കുറച്ച് സമയം ബാക്കിയുള്ളതുകൊണ്ട് വിചാരിച്ച് നമ്മൾ വാങ്ങിയ ഡ്രസ്സെല്ലാം കാണിക്കാമെന്ന്. ഇതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടാ, ഇനി വേണം ഇതെല്ലാം പാക്ക് ചെയ്യാൻ. ഇപ്പം ഇല്ലേ സമയം 3:30 മണിയായി. എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രമേ ഉറങ്ങാണ്ടുള്ളൂ. അതില്ലേ എൻ്റെ കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നു, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പം 3:30 മണിയായി. പിന്നെ ഇനിയിപ്പം 4:30, 5:30, 6:30 ആകുമ്പം നിസ്കാരത്തിൻ്റെ സമയം. പിന്നെ ഉറങ്ങാൻ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഇക്ക കുറച്ച് സമയമായിട്ട് ഉറങ്ങി, ഒരു 3-3.5 മണിക്കൂർ ഉറങ്ങാലോ എന്ന് പറഞ്ഞിട്ട് ഇക്ക ഉറങ്ങിയിട്ടാണ്. എനിക്കിനിയിപ്പം കുറച്ച് ഡ്രസ്സും കൂടി എടുത്ത് വെക്കാൻ ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് രാവിലത്തേക്കൊരു എന്തെങ്കിലും ഒരു സ്വീറ്റ്, ഒന്നെങ്കിൽ ഡ്രിങ്ക് അല്ലെങ്കിൽ പായസം, അങ്ങനെ എന്തെങ്കിലും ആക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഉറങ്ങാണ്ടിരുന്ന്. പിന്നെ രാവിലെ പള്ളിക്ക് പോയി പള്ളിയിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോകും ഇടുന്ന്. അന്നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വീറ്റൊന്നും ആക്കാൻ സമയമില്ലല്ലോ. ഇപ്പം 3:30, 4:30, 5:30 അത്രയും സമയം ബാക്കിയുണ്ടല്ലോ. പിന്നെ സുബൈ ബാങ്ക് കൊടുക്കും, പിന്നെ കുട്ടികളെ വിളിക്കണം, മാറ്റി കൊടുക്കണം, അങ്ങനെയെല്ലാം. പിന്നെ അങ്ങ് സമയമാവും പോകണ്ടേ. അപ്പോൾ 2 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ വിചാരിച്ചു 2 മണിക്കൂറിൽ ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറച്ച് സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഒരു സാധനം മെയിനായിട്ട് അത് അടിപൊളി, എന്നോട് കുറേ ആൾ ചോദിക്കുന്നതിനു. അപ്പോൾ എനിക്ക് കിട്ടിയതരാം, പിന്നെ ഞാൻ ഇങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഒന്നുമില്ലൊരു ടിൻ്റാണ്, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഡ്രസ്സ് കാണിക്കാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. നമ്മളെല്ലാവരും ഇപ്രാവശ്യം വൈറ്റാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രെൻഡോളിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു. പക്ഷെങ്കിലില്ലേ അത് വരാൻ നല്ല ലേറ്റായി. വരാൻ ലേറ്റായി എന്ന് മാത്രമല്ല, വന്നതിൽ ഒരു ഡ്രസ്സ് എനിക്ക് റിട്ടേൺ ആക്കണ്ട, കാര്യം സൈസ് ഭയങ്കര ഓവറായിരുന്നു. അങ്ങനെ അതെല്ലാം കൊണ്ട് പിന്നെ ഒരു ഡ്രസ്സ് വാങ്ങി. ഞാൻ ആദ്യം വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചിന്.
അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് കോഡ് സെറ്റാണ്. ഇതും സെയിം പാൻറ്റും. കോഡ് സെറ്റ് ആണെങ്കിലും ഇത് നമുക്ക് സെപ്പറേറ്റും എടുക്കാനും. ഇതിന് വേറെ റേറ്റാണ്. സാധാരണ അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരുടെയും വെക്കുക. എല്ലാവരുടെയും എന്നല്ലേ, എന്താ പറയുക, ചില ഷോപ്പിൽ ഒരുമിച്ചുണ്ടാവും. നമ്മൾ സാധാരണ വാങ്ങുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടാവില്ലേ, റെഡിമെയ്ഡ് ഷോപ്പിലെല്ലാം കോഡ് സെറ്റ് ആകുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ പക്ഷേ ഈ മാളിലെല്ലാം പോയിട്ട് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം പോയിട്ട് വാങ്ങുകയാണെങ്കിലില്ലേ, ഇതിങ്ങനെ സെപ്പറേറ്റ് റേറ്റ് തന്നെ ഇട്ടിട്ടുണ്ടാവും. അതൊരു കണക്കിന് നല്ലതാണ്. കാര്യം നമുക്ക് ഈ ടോപ്പിന് ബ്ലാക്ക് കളർ പാൻറ്റ് വെച്ചിട്ട് പെയർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ബ്ലാക്ക് ഡെനീമിൻ്റെ ഒക്കെ എല്ലാം പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് വാങ്ങാമല്ലോ. രണ്ടും ഒരുമിച്ച് വാങ്ങണമെന്നില്ല. ഈ പാൻറ്റ് മാത്രമായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. പക്ഷെ ഞാനിത് കോഡ് സെറ്റായിട്ട് തന്നെ വാങ്ങി. പക്ഷെ നല്ല രസമില്ലേ. ഇത് പ്യുവർ വൈറ്റ് അല്ല. ഇതിപ്പോൾ കാണുമ്പോൾ ഇല്ലേ, ഈ കൈത്തറിൻ്റെ എല്ലാം തുണി ഉണ്ടാവില്ലേ, നമ്മൾ ഈ കൈത്തറി മെറ്റീരിയൽ എല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെ എല്ലാം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ പ്യുവർ വൈറ്റ് അല്ല. ഇതിൻ്റെ റേറ്റ് രണ്ടിനും 6 റിയാൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ നല്ല ലൂസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ XL സൈസാട്ടോ എടുത്തത്. എനിക്ക് ലാർജ് ഇട്ടോക്കിയിട്ട് ഓക്കേനു, മീഡിയം ഇട്ടോക്കിയിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ഫിറ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ നല്ല ലൂസിൽ കിട്ടാൻ വേണ്ടി XL എടുത്തു. അങ്ങനെ ഞാൻ അധിക ഡ്രസ്സും അങ്ങനെ തന്നെ എടുക്കൽ. പക്ഷേങ്കിൽ അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്തിട്ടാണ് ട്രെൻഡിയുള്ള എനിക്ക് പറ്റിപ്പോയത്. ഞാൻ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ വിചാരിച്ച ഓക്കെ ഇത് ബോഡിക്കോൺ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് XL ഓർഡർ ചെയ്ത്. പക്ഷെ എനിക്ക് അതിൻ്റെ ലാർജോ മീഡിയമോ വേണ്ടു. ഭയങ്കര ലൂസായിപ്പോയി. ഇനിയിപ്പോൾ അത് റിട്ടേൺ ആക്കാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സ്. ഇതാണ് ഞാൻ ഇത് ഡേൻ്റെ അന്നിരുന്ന്. ഇതിനിപ്പോൾ അയൺ ചെയ്തിട്ടെല്ലാം വെക്കണം. അത് ഞാൻ ചുരുട്ടിക്കുട്ടിയിട്ടേ. പിന്നെ ഇതാണ് സെക്കൻഡ് ഡ്രസ്സ്. ഇത് ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് ഓർഡർ ചെയ്തതാ. ഇത് ലെതറാ മെറ്റീരിയൽ. ഇതിന് 11 റിയാലാണെന്ന് തോന്നിട്ടാ. പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെതറിൻ്റെ ഡ്രസ്സ്. ഈ ഡ്രസ്സും നല്ല സ്കിൻ ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പേനു ഞാൻ ഫോട്ടോയിൽ കണ്ട. ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും സൈഡിൽ കൊടുക്കാം. ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ട് ഈ സാധനം. അപ്പം നല്ല സ്കിൻ ഫിറ്റേനു. സ്കിൻ ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇത് XL വാങ്ങിയത്. 42 ട്രെൻഡുകൾ ഓർഡർ ചെയ്യുമ്പോൾ അധികം എന്നോട് ചോദിക്കും 40, 42 അങ്ങനെയല്ലേ കാണാം. 40 ലാർജ്, അങ്ങനെ 38 മീഡിയം, 40 ലാർജ്, 42 XL. ഇതിൻ്റെ സെയിം ബ്ലാക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ആകുമ്പോൾ അബായ പോലെ ഇപ്പോൾ അബായ പോലെ ആയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കളറും നല്ല രസമുണ്ട്. ഇതൊരു ഡാർക്ക് ഗ്രീൻ, നല്ല രസമുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അതിൻ്റെ. അപ്പോൾ അതാണ് എൻ്റെ 2 ഡ്രസ്സ്. പിന്നെ ഇക്കാൻ്റെ ഷർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇക്കാൻ്റെ ഷർട്ട്. ഇത് ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രോളിയിലിടാണ്ട് വെച്ചതിനും. ഇക്ക പ്യുവർ വൈറ്റ് ഷർട്ടാണ്. ഇതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു കണ്ടാൽ എന്നോട് എന്തിനാ ഇപ്പോൾ കാണിച്ചിട്ടും ചോദിക്കും. ഇനി കുട്ടികളുടെ ഡ്രസ്സ് കാണിക്കാം. ഇത് ആലുവിൻ്റെ ഇല്ലേ, ഞാൻ ഒരു വീഡിയോയിൽ ഒരു റീലിൽ ഞാൻ ഈ ഡ്രസ്സ് ആലുവിൻ്റെ ഡ്രസ്സ് കാണിച്ചിന്. ഇത് സ്കേർട്ടും പിന്നെ ടോപ്പും 3 പീസായിട്ട് വരുന്ന സെറ്റാണ്. ഇത് ആലു ഇട്ടിട്ട് ഓളെ മുടിയെല്ലാം ഇതിൻ്റെ മേലെ കുറേ പ്രാവശ്യം ഇട്ട് നോക്കിയോള് ഇതാക്കുമെന്ന്, ഇത് അലക്കുന്നേനു നല്ലതെന്ന്. പിന്നെ എൻ്റെ ഡ്രസ്സിലും നല്ലൊരു മാർക്കുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതില്ലേ എനിക്ക് അലക്കണം. ഇനിയിപ്പോൾ അലക്കിയാൽ ഞാനിപ്പോൾ കാണുകയും ചെയ്തേ. എൻ്റെ ഷർട്ടിലില്ലേ നല്ലൊരു ലിപ്സ്റ്റിക്കിൻ്റെ മാർക്ക് ഉണ്ടായിരുന്നു. ഇനി ഇതിപ്പോൾ ഈ സ്ഥലം മാത്രം ഒന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കണം. ആരെങ്കിലും ട്രയൽ ചെയ്ത് തരും. അവരെ ലിപ്സ്റ്റിക് ആയിപ്പോയതായിരിക്കും ചിലപ്പോൾ. ഞാനിപ്പോൾ കാണുന്ന ഓറഞ്ച് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എന്താ പറയുക, കുറേ ആൾ ട്രയൽ ചെയ്ത് വെക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സും കുട്ടികളുടെ ഡ്രസ്സും അലക്കലില്ല. ഇനിയിപ്പോൾ അലക്കാണ്ടിടുന്നതെന്ന് ആരെങ്കിലും പറയുമോ, നിങ്ങളെല്ലാം അലക്കലുണ്ടാകുന്നൊന്ന് കമൻറ്റ് ആക്കണേ. കാര്യം എൻ്റെയും കുട്ടികളെയും ഞാൻ പുതിയതാണെങ്കിൽ അലക്കൂല. ഇക്കാൻ്റെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കലുണ്ട്. പള്ളിക്ക് പോകുന്നതല്ലേ, പെരുന്നാൾ നിസ്കാരം അതിട്ടിട്ടല്ലേ നിസ്കരിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അലക്കലുണ്ട്. എൻ്റെയും കുട്ടികളെ ഞാൻ അലക്കലില്ല. അതിപ്പോൾ ഒരു പ്രാവശ്യം കുട്ടികളെല്ലാം പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം വാഷ് ചെയ്താൽ പിന്നെ അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും പോകില്ലേ.
അതുകൊണ്ട് പിന്നെ ഞാൻ അലക്കലില്ല. പക്ഷേ ഇത് അലക്കേണ്ടേനു. ഇനിയിപ്പോൾ ആ സ്ഥലം മാത്രം ഒന്ന് ക്ലീൻ ആക്കണം. ശരിക്കും പറഞ്ഞാൽ അലക്കണം. നമ്മൾ കുറേ ആൾ ട്രയൽ ചെയ്ത്, നമ്മളായാലും പോയാൽ ട്രയൽ ചെയ്ത് നോക്കൂലേ. അപ്പോൾ എല്ലാവരും വാങ്ങിയാൽ അലക്കുന്നതാണ് നല്ലത്. പക്ഷെ അലക്കി അതിൻ്റെ ഫ്രഷ്നെസ് പോകുന്നതുകൊണ്ട് ഞാൻ അലക്കലില്ല. ഇതിപ്പോൾ വീഡിയോയിൽ പറയണമെന്നറിയില്ല, നിങ്ങളെല്ലാം അലക്കലുണ്ടോ എന്ന് പറയണം കേട്ടോ. പിന്നെ ഇത് ആലുവിൻ്റെ ഞാനിതൊരു റീലിൽ കാണിച്ചിന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇങ്ങനത്തെ ഒരു ചെക്ക് വരുന്ന സ്കേർട്ട്. ഇത് 3 പീസ് ഉണ്ട് മൊത്തത്തിൽ. പിന്നെ ഇങ്ങനെ ഒരു ടോപ്പ്. ഇത് ഫുൾ സ്ലീവ്, ടേർട്ടിൽ നെക്കല്ല, നോർമൽ റൗണ്ട് നെക്ക്. പക്ഷെങ്കിൽ ഇവിടെ ഇതിങ്ങനെ ബലൂൺ സ്ലീവ് പോലെ വരുന്നൊരു എന്താ പറയുക, ഒരു ഇന്നറ്. പിന്നെ ലെതറിൻ്റെ ജാക്കറ്റ്. ഈ ലെതർ ജാക്കറ്റും ആ പാവാടയും കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇത് ട്രെൻഡിയോളാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഈ 3 പീസ് സെറ്റ്. പിന്നെ ഇത് മാക്സാ. എൻ്റെ കോഡ് സെറ്റും മാക്സേനു. ആലുവിൻ്റെയും മാക്സ് തന്നെയാണ്. ആലുവിന് നല്ല രസമുള്ളൊരു കോഡ് സെറ്റ് ഉണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇന്നുവിൻ്റെ കാണിച്ചുതരാം. ഒയാസിസ് മാളിലും സിറ്റി സെൻറ്ററിലും ഞാൻ മൊത്തം തപ്പീന്. പക്ഷെങ്കിൽ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലേനു. പിന്നെ ഞാൻ ഫ്രോക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ടേ അല്ല പോയിന്. ഓൾക്കും ഇപ്പോൾ ഫ്രോക്ക് ഇടാൻ ഇഷ്ടമല്ല. ഓൾക്കിപ്പോൾ 8 വയസ്സായി, 9 ആവാൻ പോകുന്നു. ഇപ്പോൾ 8 വയസ്സ്. എന്നാലും 8 വയസ്സൊന്നും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഫ്രോക്കെല്ലാം ഇടൽ കുറവല്ലേ. പക്ഷെങ്കിൽ ഇത് ഹക്കോബ ആണ് മെറ്റീരിയൽ. ഇത് അങ്കും ഇക്കാക്കും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഓളോട് നിർബന്ധിച്ചിട്ട് അങ്ങനെ വാങ്ങിപ്പിച്ചതാണ്. പക്ഷെ നല്ല രസമുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് കളറും ഒരു ബെയ്ജല്ല, ഏതോ ഒരു ഷെയ്ഡ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമില്ലേ, ഇട്ടാൽ നല്ല രസമുണ്ടാവും. പക്ഷേ ഓൾക്കിപ്പോൾ പാൻറ്റും ടീഷർട്ടും ഷർട്ടും അങ്ങനത്തെ എല്ലാം ഡ്രസ്സ് ഓൾക്ക് ഇഷ്ടം. അതുതന്നെയാണ് കൂടുതലോൾ ഇടലും. പിന്നെ പക്ഷെ അതുകൊണ്ട് ഫ്രോക്ക് ഓൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അന്ന് ഫ്രോക്ക് ഇടുന്നില്ല. ഈ ഷർട്ട് ഇത് ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രെൻഡിയോളിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇത്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതും സ്റ്റോക്കിലുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പോക്കറ്റും കോളറയും ഡീറ്റെയിലിങ് വരുന്ന ഒരു ഡ്രസ്സാണ്, ഒരു ഷർട്ടാണ്. ഇത് നമുക്ക് ജാക്കറ്റ് പോലെ യൂസ് ആക്കാം. ഭയങ്കര കട്ടിയില്ല, പക്ഷെ കുറച്ച് കട്ടിയുണ്ട്. ജാക്കറ്റ് പോലെ യൂസ് ആക്കാം, അല്ലെങ്കിൽ ഷർട്ട് പോലെ ആണെങ്കിൽ, ഷർട്ടായിട്ട് തന്നെ ആണെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. ഇത് പ്യുവർ വെയിറ്റ് അല്ല, എന്തോ ഒരു വെയിറ്റ്. ഇത് ഞാൻ ജാക്കറ്റ് പോലെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടില്ലേ. അതിന് ഒരു ഇന്നർ ഹാഫ് സ്ലീവ് വരുന്നൊരു ബ്ലാക്ക് കളർ ടോപ്പും പിന്നെ ഒരു ഡെനിം വൈറ്റ് ബോട്ടം ഡെനിം പാൻറ്റ്, അതും അങ്ങനെയാണ് പെയറാക്കുന്നത് കേട്ടോ. കഴിഞ്ഞില്ലേ? അപ്പോൾ ഡ്രസ്സെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം ട്രെൻഡുകളിൽ ഓഫറുള്ള സമയത്ത് ഇങ്ങനെ ഒരു റിയാലിനെല്ലാം ടീഷർട്ടെല്ലാം കാണുമല്ലേ, ആ സമയത്ത് ഇത് ആലുവിന് വാങ്ങിയ, ഇത് ഇന്നുവിന് വാങ്ങിയ. ഇതിപ്പോൾ സമ്മറിനെല്ലാം യൂസ് ആക്കാൻ പറ്റുന്ന പോലെയാണ്. നമ്മളിപ്പോൾ നാട്ടിലെല്ലാം പോയില്ലേ വെക്കേഷന്, അന്നേരം ഇടാമല്ലോ എന്നെല്ലാം വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് കാണിച്ചു തരാം. ഇനിയുള്ള ലേഡീസിനും ഗേൾസിനും ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റംസാണ്. അങ്കും ആക്സസറീസാണ്. കുറേ വാങ്ങിയിന് ഇപ്രാവശ്യം. ഇതെന്തിനാണെന്നറിയാം, ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. നാട്ടിൽ പോകുമ്പം കുറച്ച് ആക്സസറീസെല്ലാം ഞാൻ വാങ്ങലുണ്ട്. ഒന്നാമത് നാട്ടിൽ ഇങ്ങനത്തെ എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഫാൻസി സ്റ്റോറിൽ കയറൂലേ, ഭയങ്കര പൈസയാവും. അത് കാണുമ്പോൾ തന്നെ നമ്മളെ കണ്ണുള്ളും. ഇതിനേക്കാളും നല്ല ഇടുന്ന് വാങ്ങിപ്പോന്നെയാണ്. ഇവിടെ നമുക്കാവുമ്പോൾ ഇന്നും പൈസ ആവും, പക്ഷെങ്കിൽ നാട്ടിൽ പൈസ വെക്കുമ്പോൾ എന്തോ ബേജാറാവും. എന്താ പറയുക, അതെങ്ങനെയാണ് എന്നാന്നറിയില്ല. ചിലപ്പോൾ ആ നാട്ടിലെ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ആ റേറ്റ് ഉണ്ടാവും. പക്ഷെങ്കിൽ നമുക്കിങ്ങനെ റുപ്പീസിൽ നോക്കുമ്പോൾ പൈസ കൂടുതലാകുമ്പോൾ ഒരു ടെൻഷൻ തന്നെയാണ്. അതെന്നാന്ന് നമുക്കറിയില്ല, അതെങ്ങനെയാണ്. ഞാൻ പക്ഷേ ഇത് കാണിച്ചു തരാട്ടെ. ഇപ്പോൾ വാങ്ങിയ സാധനമില്ലേ, എന്താ പൊട്ടിയാ ഇല്ലേ,
ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ കുറേ പേര് ചോദിക്കലില്ലേ കുറഞ്ഞ ഫീ ഉള്ളൊരു ട്യൂഷൻ അക്കാദമി അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യുമെന്ന്. ഇഷ്റാഖ് അക്കാഡമി, ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ഇവർക്ക് മെയിൻ ഹൈലൈറ്റ് ഇവർ ചെറിയ ഫീലാണ് ട്യൂഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെ കുട്ടികൾക്ക് ഈ വെക്കേഷനിൽ അതും അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലോട്ട് നല്ലൊരു ട്യൂഷൻ സെൻറ്റർ അതും കുറഞ്ഞ ഫീയിൽ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇഷ്റാഖ് അക്കാദമി അത് നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷനാണ് കേട്ടോ. മെയിൻലി ഇവർ അക്കാദമിക് ട്യൂഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൾഫിലും നാട്ടിലും എല്ലാം ഉള്ള കുട്ടികൾക്ക് കേടെ ഇരുന്നിട്ടും ഇവർ ക്ലാസ്സസിലോട്ട് ജോയിൻ ചെയ്യുക. എല്ലാ സബ്ജക്റ്റിലും എല്ലാ സിലബസിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ പാരൻസിനും കുട്ടികൾക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഇവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-to-1 ആണ് കേട്ടോ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഫീ ഭയങ്കര കുറവാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സ്പെഷ്യൽ 3 കോഴ്സും കൂടി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലാംഗ്വേജ് ഫൗണ്ടേഷനാണ് കേട്ടോ. നിങ്ങളെ കുട്ടികൾക്ക് ഏതെങ്കിലും ലാംഗ്വേജ് എഴുതാനോ വായിക്കാനോ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ. വലിയ ക്ലാസ്സിലെത്തിയിട്ട് പോലും കുട്ടികൾക്ക് ചില ലാംഗ്വേജ് ചില ഭാഷകൾ അറിയാണ്ടും എഴുതാനും വായിക്കാനും എല്ലാം അറിയാണ്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്താൽ ആ പ്രോബ്ലംസ് എല്ലാം ഫിക്സ് ചെയ്യും. പിന്നെ രണ്ടാമത്തത് ഖുർആൻ നോക്കി വായിക്കാൻ അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന കോഴ്സാണ്. അക്ഷരങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കോഴ്സാണ്. മൂന്നാമത്തെ കോഴ്സ് ഖുർആൻ ഓതാൻ അറിയുന്നവർക്ക് അത് തജ്വീദോട് കൂടി ഓതാൻ പഠിപ്പിക്കുന്ന കോഴ്സാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനിൽ ഇങ്ങനത്തെ എല്ലാം കുറച്ച് സമയം കൊടുത്താൽ മതി കുട്ടികൾക്ക്. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്താൽ നെക്സ്റ്റ് ഇയറിലോട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വെക്കേഷന് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കോഴ്സസ് കൊടുത്തു കഴിഞ്ഞാലില്ലേ അവർക്കും അടുത്ത വർഷത്തേക്ക് എല്ലാം ഈസിയാവും, പാരൻസിൻ്റെ ജോലിയും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഡീറ്റെയിൽസും നമ്പറെല്ലാം ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ എനിക്ക് ഷെയർ ആക്കാനുള്ള ഞാനിത് പുതിയതായിട്ട് വാങ്ങിയൊരു ടിൻ്റാണ്. ഇത് എനിക്ക് വാങ്ങിയിട്ട് നല്ല ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരണമെന്ന് എനിക്ക് തോന്നി. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എനിക്ക് വാങ്ങിയിട്ട് പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇത് നോക്കിയേ, കറക്റ്റായിട്ട് നമുക്ക് ഓവറായിട്ട് നമ്മളെ ഫേസിൽ എന്തോ ഇട്ടിട്ടുണ്ട് എന്നുള്ള ഫീലൊന്നും ഇല്ലാണ്ട് നല്ലോണം ബ്ലെൻഡ് ആവുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതേണ്ട. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം കേട്ടോ, ടിൻറ്റ് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഇത് മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ്മി എന്ന് പറഞ്ഞ ടിൻറ്റാണ്. വിറ്റാമിൻ സി ഉണ്ട്, പിന്നെ SPF 15 PA+++. ഇതും ഒരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഫ്രഷ് ടിൻറ്റ് എന്ന അതിൻ്റെ പേര്. ഇത് ആരൊക്കെയാണ് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മേക്കപ്പ് സ്റ്റെപ്സ് ഒന്നും ചെയ്യാത്തവർ, പ്രൈമർ, ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ സ്റ്റെപ്പായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, എവിടെയെങ്കിലും പോകുമ്പോൾ ബെയർ സ്കിന്നല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് ഇടണം എന്നെല്ലാം തോന്നുന്നതാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. ഇതിലാകുമ്പോൾ സൺസ്ക്രീനും ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട് എന്നെല്ലാം പറയുന്നത്. മോയ്സ്ചറൈസിങ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇല്ല, മോയ്സ്ചറൈസർ ഇല്ല. അതില്ല എന്ന് പറയാനാണ് ഞാൻ വരുന്നത്. കാര്യം ഇത് കുറച്ച് ഒരു മാറ്റ് ഫിനിഷുള്ള, അപ്പോൾ അതെന്തായാലും ഇല്ല. അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ടിൻറ്റ് അത്രേ ഉള്ളൂ. ഈ പേര് പോലെ തന്നെ അങ്ങനെ ഒരു ടിൻറ്റ് വേണമെന്ന് മാത്രമാണെങ്കിൽ ഇത് യൂസ് ആക്കുക കേട്ടോ. ഞാൻ 2 ആണ് ഷെയ്ഡ് വാങ്ങിയ 2. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയാൽ മതി. വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് 5 റിയാലിന് ഞങ്ങൾക്ക് കിട്ടിയ, അവിടെ ഓഫറാണോ എന്താണെന്ന് അറിയില്ല. 5 റിയാൽ. അപ്പോൾ നാട്ടിലെ 1000 സംതിങ് 1500 താഴെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ചിലപ്പോൾ നാട്ടിൽ ഇനി വിലക്കുറവായിരിക്കും, എനിക്കറിയില്ല. കാര്യം നാട്ടിൽ മേക്കപ്പ് പ്രോഡക്ട്സിന് റേറ്റ് കുറവാണ്. അപ്പോൾ വേണമെങ്കിൽ വാങ്ങി നോക്കൂ. മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യലില്ല, പക്ഷെങ്കിൽ ഒരു ഫ്രഷ് ലുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കും. ഇത് നല്ല ഐറ്റം എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഇത് കവറേജ് തരിക അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പോൾ മുഖക്കുരു വന്ന ഈ പറഞ്ഞ പോലെ ആക്നെ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം ഉണ്ടാവില്ലേ, അതൊന്നും കവർ ചെയ്യുകയൊന്നും ചെയ്യില്ല. കവറേജ് ഒന്നും ഇല്ല, ചെറിയ കവറേജ് മാത്രമേ ഉണ്ടാവൂ. 2 ആണ് ഷെയ്ഡ് ഞാനെടുത്തത്. നിങ്ങളെ എൻ്റെ സ്കിൻ ടോണിലുള്ളവരാണെങ്കിൽ ഇത് വാങ്ങിക്കോ, അല്ലെങ്കിൽ ഷെയ്ഡ് നോക്കി വാങ്ങിക്കോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു സാധനം കൂടി വാങ്ങിയത്, ഇതൊരു ഷെയ്ഡ്സാണ്. ഇത് ഞാൻ കുറേ തപ്പി നടന്നിട്ട് വാങ്ങിയതാണ്. ഇത് എനിക്ക് ബ്ലാക്കും ഗോൾഡനും വേണേനു, പിന്നെ സ്ലീക്ക് ആയിട്ടുള്ളതും വേണേനു.
അപ്പോൾ അത്രയേ ഉള്ളൂ പെരുന്നാളിൻ്റെ. പിന്നെ ഷൂ ഒന്നും ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയിട്ടില്ല. എല്ലാം ട്രെൻഡോൾ ഷോപ്പിംഗ് തന്നെയാണ്. ഓഫറുള്ള സമയത്ത് ആ സെയിൽ നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും ഉള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഇപ്പം ഞാൻ കാണിച്ച സാധനങ്ങൾ പാക്ക് ചെയ്യണം. പിന്നെ ബാക്കി ഞാൻ സുബയെല്ലാം കഴിഞ്ഞ് രാവിലെ കാണിച്ചു തരാം. അങ്ങനെ ഇതാ രാവിലെ ആയി. ഇക്ക ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവലാണ്. ഈ സമയത്താണ് ഞാൻ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടെങ്കിലും പിന്നെ അത് ചേഞ്ചാക്കി. എല്ലാവരും പായസം എല്ലാം കുടിക്കുമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന്. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്ലാന് പിന്നെയും മാറ്റി. നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഇല്ലേ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ കസ്റ്റർഡെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഞാൻ മുന്നേ ഇതിൻ്റെ റെസിപ്പി ചെയ്തിട്ട് നല്ല വ്യൂസും നല്ല റിവ്യൂസും എല്ലാം കിട്ടിയൊരു വീഡിയോന് കേട്ടോ. അത് പണ്ട് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പിന്നെയും 1-2 പ്രാവശ്യം കാണിക്കുകയെല്ലാം ചെയ്തതിന്. ആദ്യം നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ കസ്റ്റർഡ് ഉണ്ടാക്കണം. ആ ഉണ്ടാക്കിയ കസ്റ്റർഡ് ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് തണുപ്പിച്ചിനെ. അതിങ്ങനെ നല്ലോണം കട്ടയായിപ്പോയിന്. കാര്യം സമയമില്ലാത്തതുകൊണ്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫ്രീസറിൽ കൊണ്ടുവച്ച്. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിരുന്ന് തന്നെ അത് ചൂടെല്ലാറി ഒന്ന് നല്ലോണം തണുത്ത് സെറ്റായി വന്ന്. അത് മിക്സിൻ്റെ ജാറിലേക്കിട്ട് കുറച്ചും കൂടി പാലെല്ലാം ഒഴിച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര കുറച്ചിട്ടാൽ മതി. ബാക്കി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കും. അത് എല്ലാം ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡാക്കി ഒന്ന് ലൂസാക്കണം. കസ്റ്റർഡ് എന്തായാലും കട്ടയാവുമല്ലോ. അതിങ്ങനെ ബ്ലെൻഡാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട്, കുറച്ചും കൂടിയല്ല കുറച്ച് അധികം തന്നെ വേണം. ഇത് കസ്റ്റേർഡ് നമ്മൾ ഫ്രൂട്ട് കസ്റ്റേർഡൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ല ലൂസിൽ വേണം, ഡ്രിങ്ക് അല്ലേ. അപ്പോൾ ആവശ്യത്തിനുള്ള പാൽ നല്ലോണം ഒഴിച്ച് കൊടുക്കണം. ഞാൻ പാൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചാലും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, ടേസ്റ്റെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇതാ ആവശ്യത്തിനുള്ള ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ട ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക. ചെറിയ ഗ്രേറ്ററില്ലേ, അതിൽ വേണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാൻ. പിന്നെ ആപ്പിൾ ഇടുക, ചെറിയ പഴം ഇടുക, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കുക. നട്ട്സ് ഇടുക, അങ്ങനെ എന്തോ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ഇടുക. പിന്നെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇല്ലേ, ക്യാരറ്റ് ചെറുതിലാണ് ഗ്രേറ്റ് ചെയ്യേണ്ടത്. ആപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് വലുതില്ലേ, അതിൽ ചെയ്താൽ മതി. ആപ്പിൾ ചെറുതിൽ ചെയ്യുമ്പോൾ ശരിയായിട്ട് വരില്ല, അതുകൊണ്ടാണ് വലുതിൽ ചെയ്യണമെന്ന് പറയുന്നത്. ഇത്രയും അളവിലേക്ക് ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയ പഴയില്ലേ, നമ്മൾ കദളിപ്പഴയില്ലേ, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ റോബസ്റ്റ ആണെങ്കിൽ അതിലെടുത്താൽ മതി, അതിടാം. പിന്നെ നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള എന്തും ഇടാം. ഞാനിപ്പം അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ, കാഷ്യൂസ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ബേസിൽ സീഡ് ഇല്ലേനു കേട്ടോ, നമ്മൾ കസ്കസ് ഇല്ലേനു. കസ്കസും കൂടി ഉണ്ടെങ്കിൽ ഈ ഡ്രിങ്ക് നല്ല ടേസ്റ്റാവും. അതില്ലാത്തതുകൊണ്ട് പിന്നെ അത് ഞാൻ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മധുരമെല്ലാം ചെക്ക് ചെയ്യണം. ഇതിപ്പം ഫ്രൂട്ട്സും നട്ട്സെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട കുറച്ചും കൂടി ഒരു ഫ്ലേവറും ഒരു സ്മെല്ലെല്ലാം വേണമെങ്കിൽ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇത് വാനിലൻ്റെ ഇങ്ങനെ ചെറിയ തരിതരിപ്പല്ലുള്ളൊരു എക്സ്ട്രാക്റ്റാണ് കേട്ടോ, സാധാരണ പോലെ ലൂസായിട്ടുള്ള എസൻസ് അല്ല, അതങ്ങനെ കട്ടിയിൽ. പിന്നെ മധുരം കുറച്ച് മാത്രമേ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ആവശ്യത്തിന് മധുരത്തിന് നോക്കിയിട്ട് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി, നമ്മൾ ഡ്രിങ്ക് റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ കുറച്ച് കാണാനും എല്ലാം ഒരു ലുക്കുള്ള ഡ്രിങ്കാണ്. അപ്പോൾ അതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ തണുപ്പിച്ചിന്. അപ്പോൾ അപ്പോഴത്തേക്ക് പള്ളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ആളെല്ലാം വരും. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ എന്നോട് പറഞ്ഞാണ്. മധുരമെല്ലാം ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. അപ്പോൾ മധുരം കറക്റ്റാന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ഡ്രിങ്കെല്ലാം ഉണ്ടാക്കുമ്പോൾ മധുരം കുറച്ച് കൂടിപ്പോയാൽ എല്ലാവർക്കും കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്കും അങ്ങനെ തന്നെ ഇഷ്ടം. കുറച്ചധികം മധുരമായി നമുക്ക് പായസമായാലും എന്തായാലും കുടിക്കാൻ പറ്റില്ല. മീഡിയം അല്ലെങ്കിൽ മധുരം കുറച്ച് കുറഞ്ഞാലും സാരമില്ല, കുടിക്കാൻ പറ്റും.
അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇപ്പം തന്നെ നല്ല ലെങ്തായി, അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് വ്ളോഗ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിന്. ഇൻഷാ അല്ലാ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു, ബൈ.